ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡ്. തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പാട്രിയറ്റ് എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 2026 മെയ് 1 റിലീസ് ചെയ്ത അതിഗംഭീര സിനിമ എന്ന് പറഞ്ഞ് വന്ന ഒരു സിനിമ. അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ റിവ്യൂ കണ്ട് വളരെ മോശം റിവ്യൂ കണ്ടിട്ടാണ് സിനിമ കാണാൻ പോയത്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ എല്ലാവരും പ്രധാനപ്പെട്ട എല്ലാ സീനിയർ ആർട്ടിസ്റ്റുകളും ഈ സിനിമയിലുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്ന് വേണ്ട ഇന്ദ്രൻസ്, അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെയുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. ശരിക്കും മലയാളത്തിൽ നിന്നൊരു ഹോളിവുഡ് ഫിലിം എന്നൊക്കെ പറയാൻ പറ്റാവുന്ന ഒരു രീതിക്ക് വന്ന പടം. നമ്മൾ ഇതേപോലെ തന്നെ എമ്പുരാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എമ്പുരാനൊന്നും ഒരു സ്ക്രിപ്റ്റിൽ ഒരു ബലമില്ലാത്തതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ ഒരു ശരിക്കും റിയൽ ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒത്തിരി കാര്യങ്ങളെല്ലാം അവർ കാണിച്ചിട്ടാണ് ഈ ഫിലിം മേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് പറയാൻ ഏറ്റവും കൂടുതൽ പറയേണ്ടതായിട്ട് വന്നാക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഡയറക്ഷനും, പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ്, അതേപോലെ തന്നെ ലൊക്കേഷൻ, ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ചൊരു ലാഗിങ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത് 180 മിനിറ്റ് ഉണ്ട്, അതായത് 3 മണിക്കൂറോളം ഈ സിനിമയുണ്ട്. അത് കുറച്ച് ഒരു മോഹൻലാലിൻ്റെ ആ ക്യാരക്ടർ അവസാനിച്ച് കഴിയുമ്പോൾ തൊട്ട് കുറച്ച് ഭാഗം അങ്ങോട്ട് ലാഗ് ചെയ്തതായിട്ട് എനിക്ക് നല്ല ഫീൽ ചെയ്തു. ശരിക്കൊരു മമ്മൂട്ടി വൺ മാൻ ഷോയാണ് ഈ ഫിലിം. ഇതിൽ മ്യൂസിക്കും അങ്ങനെയൊന്നുമില്ല. സ്റ്റാർട്ടിങ് തൊട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഈ പടം പോകുന്നത് തന്നെ കേട്ടോ. അപ്പം ശരിക്കും ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ട് പോയ എനിക്ക് ശരിക്കും നല്ല അതിശയമായിട്ട് തോന്നി. കാരണം ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അന്നേരം തിയേറ്റർ ഫുൾ എംപ്റ്റി ആയിട്ടിരിക്കുകയായിരുന്നു. എന്നാലും പടം തുടങ്ങി ഇപ്പം തൊട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പടം പോകുന്നത്. ഫസ്റ്റ് ഇൻ്റർവെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം കഴിയുമ്പോഴാണ് കുറച്ച് നമുക്കൊരു ലാഗിങ് ആയിട്ട് തോന്നും. ഒരു 3 അവർ വേണ്ട എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് നമ്മുടെ സുഷിൻ അവനൊക്കെ എടുത്തൊക്കെ നല്ല അടിപൊളിയായി. ഇതിൻ്റെ ഡയറക്ഷൻ മഹേഷ് നാരായണനാണ്. ആൾ തന്നെയാണ് ഇതിൻ്റെ കഥയും അതേപോലെ തന്നെ എഡിറ്റിങ്ങും, അതേപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്താക്കുന്ന ആൻഡോ ജോസഫും അനിൽകുമാറുമാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം 140 കോടിയോളം ബഡ്ജറ്റുള്ള പടം ഇതുവരെ 5 ദിവസം കൊണ്ട് 70 കോടി ഗ്രോസ് ചെയ്തു എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതൊക്കെ. പക്ഷേ ഈ പടം വിജയിക്കേണ്ട ഒരു പടം തന്നെയാണ്. നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം. മോഹൻലാലും മമ്മൂട്ടിയും തകർത്ത് അഭിനയിച്ച് എന്നൊന്നും പറയാനൊന്നുമില്ല. അവർ സാധാരണ അഭിനയിച്ചാക്കുന്ന ഒരു സെറ്റപ്പിൽ തന്നെ. ഇതിൽ പറയേണ്ടത് ഇവരുടെ ഡയറക്ഷനും ലൊക്കേഷനും, അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോറി അത് നല്ല അടിപൊളിയായിട്ട് എടുത്ത്. അത് കുറച്ച് കാലം മുമ്പായിരുന്നെങ്കിൽ കറക്റ്റ് വേണ്ട ഒരു സ്റ്റോറി ആയിരുന്നു. ഇങ്ങനെ ഈ മൊബൈൽ ആപ്ലിക്കേഷനും അതും ഇതൊക്കെ ഗവൺമെൻറ് ഇതായിട്ട് ലിങ്കിലേക്ക് എല്ലാവരുടെ ഫോണിലേക്ക് എല്ലാം സ്പ്രെഡ് ചെയ്ത് CCTV അങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യാവുന്ന ഒരു സെറ്റപ്പിൽ വരുന്നൊരു കഥ. ഞാനിപ്പോൾ ഇത് പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം. ഒരു ചെറിയൊരു റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. നല്ല അടിപൊളി പടമാണ്. കണ്ടോ, നിങ്ങൾ ധൈര്യപ്പെട്ട് കണ്ടോ. എന്തായാലും വൺ ടൈം വാച്ചബിളാണ്. ഫാമിലി മൂവിയാണ്. ഫാമിലിയായിട്ട് പോയി കാണാം. നല്ല അടിപൊളി ആക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ ട്വിസ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് അഭിപ്രായം അറിയിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന്. ഇതേപോലെ തന്നെ നമ്മളും വലിയ റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് പടം കാണാൻ പോയത്. പക്ഷേ അവർ പറയുന്നതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. അത്ര വലിയ പൊട്ടപ്പടമൊന്നുമല്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ.